പരസ്യമായാൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാവുന്ന പ്രത്യാഘാതങ്ങളും കണക്കിലെടുത്ത് സാക്ഷികളുടെ മൊഴികൾക്ക് പരിപൂർണമായും രഹസ്യാത്മകത ഉറപ്പുവരുത്താൻ കമ്മിറ്റി ശ്രമിച്ചതായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ വസ്തുതയായിരിക്കെ സർക്കാർ പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് കാണാൻ കഴിയും. ഇപ്പോഴും പുതിയ ഒരു വാദം ഉന്നയിക്കപ്പെടുന്നത് ചില ഭാഗങ്ങൾ സർക്കാർ പൊറ്റിയോ എന്നുള്ളതാണ്. സർക്കാർ ഒരു ഭാഗവും പൊറ്റി കുറച്ച് നൽകേണ്ട ഒരു കാര്യമില്ല, കൂട്ടിച്ചേർത്ത് നൽകേണ്ട കാര്യവുമില്ല. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള കൈയടത്തലും ഉണ്ടായിട്ടുമില്ല. ഈ റിപ്പോർട്ട് ആരെല്ലാം ശ്രമിച്ചിട്ടും അതിൻ്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാനായി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചുമതലപ്പെട്ട സംസ്ഥാന പ്ലാനിംഗ് ഇൻഫർമേഷൻ ഓഫീസർ SPIO സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ച് നിയമപരം പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചുമാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്വം അധികാരവും ആ ഉദ്യോഗസ്ഥന് മാത്രമാണ്. വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് ചട്ടപ്രകാരം ഇതിലിടപെടാൻ സാധിക്കുന്നതല്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും നിലയിൽ ഏതെങ്കിലും രീതിയിൽ പരാതി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ആവശ്യപ്പെട്ടാൽ ഈ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ അകത്ത് ഒരു കുറവുമില്ലാതെ കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിൽ യാതൊരു തർക്കമില്ല, ആർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യവും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിങ്ങനെ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഏതെങ്കിലും ഭാഗം ഇനി അങ്ങനെ വന്നില്ല എങ്കിൽ അത് വാങ്ങാനുള്ള എല്ലാ നിയമപരമായ അവകാശവും ഉണ്ട് തന്നെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകുമ്പോൾ തന്നെ പ്രസ്തുത റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുന്നതോ അവരുടെ സ്വകാര്യതയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതോ കാരണമാകില്ലെന്ന് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉറപ്പാക്കണമെന്ന കാര്യം ഇവിടെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വ്യക്തികളെ തിരിച്ചറിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ വേറെ ഒരു തരത്തിലുള്ള സംശയവും ജനിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് കേസുകൾക്ക് വിധേയമാകേണ്ടി വന്നിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ്. വനിതാ കമ്മീഷൻ്റെ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടു. സാംസ്കാരിക വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി ഈ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതില്ലെന്ന കാര്യവും ഇതിൻ്റെ ഉള്ളടക്കം രഹസ്യമായി സൂക്ഷിക്കണമെന്ന ജസ്റ്റിസ് ഹേമ നൽകിയ കത്തും ചേർത്താണ് ഇതിന് മറുപടിയായി നൽകിയത്. രഹസ്യമായി സൂക്ഷിക്കണമെന്ന ജസ്റ്റിസ് ഹേമയുടെ നിർദ്ദേശത്തോടു കൂടിയ കത്താണ് പോലീസിന് ലഭിച്ചത്. അതേസമയം സിനിമാ രംഗത്തെ പലർക്കെതിരെയും ഉയർന്നു വന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരമാന്തവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തരം കേസുകളിൽ പോലീസ് എടുത്ത നിലപാട് കൊണ്ടാണല്ലോ വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരളത്തിലെ പ്രമുഖനായ നടൻ ഏറെക്കാലം ജയിലിൽ കഴിയേണ്ടി വന്നത് എന്ന് നമുക്ക് അറിയാം. സംവിധായകൻ പീഡിപ്പിച്ചു എന്ന പരാതിയിലും നേരത്തെ തന്നെ കേസെടുത്തിട്ടുണ്ട്. സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പീഡനം നടത്തിയ പ്രമുഖ നടനെതിരെയും കേസെടുത്തു. നടിയോട് ലൈംഗിക താല്പര്യത്തോടെ സമ്മർദ്ദം ചെലുത്തിയ മറ്റൊരു
നടനെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. പോക്സോ കേസിൽ മറ്റൊരു നടനെതിരെ, പീഡന പരാതിയിൽ മറ്റൊരു സംവിധായകനെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പഴയൊരു സംവിധായകനെതിരായ IT ആക്ട് പ്രകാരവും കേസ് എടുത്തിട്ടുണ്ട്. ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി പ്രമുഖയായ നടി നൽകിയ പരാതിയിൽ പ്രസിദ്ധനായ മറ്റൊരു പരസ്യ സംവിധായകനെതിരെ